ഇന്ന് നമ്മൾ ഒരു ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ബേസിക് തിയറി എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. അതായത് ആദ്യമായിട്ട് ഇതാണ് ഒരു ഗാൽവനോമീറ്റർ. ഒരു ഗാൽവനോമീറ്റർ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. അപ്പോൾ ആ റെസിസ്റ്റൻസ് വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾക്ക് വളരെയധികം കൂട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറിലി ചെയ്യേണ്ടത് ഇതിനോട് കൂടിയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് എക്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ആദ്യമായിട്ട് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ജി കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ അതുപയോഗിച്ചിട്ട് കറണ്ട് സെൻസിറ്റിവിറ്റി കെ കണ്ടുപിടിക്കും. പിന്നെ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എത്രയാണ് റെസിസ്റ്റൻസിനോടുകൂടി സീരീസായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് 3 സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ആൻഡ് കറണ്ട് സെൻസിറ്റിവിറ്റി കെ. അപ്പോൾ കെ കണ്ടുപിടിക്കാനോ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 ഡിവിഷൻ ഓൺ ദ ഗാൽവനോമീറ്ററാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ടാബുലേഷന് സമയത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പം നമുക്ക് ഈ ജി കണ്ടുപിടിക്കാൻ ഉള്ള സർക്യൂട്ട് കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കണക്ഷൻ്റെ ആ സ്കിമാറ്റിക് ഡയഗ്രം സർക്യൂട്ട് ഡയഗ്രം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു സെല്ലിൻ്റെ 2 വോൾട്ട് സെല്ല് മതി. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് 2 റെസിസ്റ്റൻസ് ബോക്സിലേക്ക് കണക്ട് ചെയ്യാം. അത് ഒന്ന് നമ്മൾ പി ചെറിയ റേഞ്ചുള്ള 1 to 10 റേഞ്ചുള്ള റെസിസ്റ്റൻസ് ബോക്സിലേക്ക്, അതിൻ്റെ ആ ടെർമിനലിൽ തന്നെ നമുക്ക് ആറിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പോസിറ്റീവിൽ നിന്ന് ഡയറക്റ്റ് ആറിലേക്ക് കൊടുക്കാം. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ആറിൻ്റെ റേഞ്ച് ഇതിനേക്കാൾ അല്പം കൂടുതൽ ആയിരിക്കണം. അത് കഴിഞ്ഞ് പിയുടെ മറ്റ് ടെർമിനലിൽ നിന്ന് ക്യൂ എന്ന റെസിസ്റ്റൻസ് ബോക്സിലേക്ക് കണക്ഷൻ ചെയ്യുന്നു. ഈ ക്യൂവിന് ഉയർന്ന റേഞ്ച് വേണം, 1 to 10,000 വേണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ജംഗ്ഷനിൽ നിന്ന് നമ്മളൊരു കമ്മ്യൂട്ടേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ആറിൻ്റെ മറ്റേ ടെർമിനലിലേക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ക്യൂവിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് ഒരു കീ വഴി നമുക്ക് സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കാം. അതുപോലെ നമുക്ക് കമ്മ്യൂട്ടേറ്ററിൻ്റെ മറ്റ് 2 ടെർമിനലിനെ ക്രോസ് ആയിട്ട് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യാം. ഈ ഗാൽവനോമീറ്ററാണ് നമ്മൾ വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് എക്സ്പെരിമെൻ്റാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ സർക്യൂട്ടിൽ കണ്ടതുപോലെ നമ്മൾ പോസിറ്റീവ് ഓഫ് ദ ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് പിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. പിയിൽ നിന്ന് നമ്മൾ ആറിലേക്ക് കണക്ട് ചെയ്തു. ആറിൽ നിന്ന് കമ്മ്യൂട്ടേറ്ററിലേക്ക് കണക്ട് ചെയ്തു. അവിടെ ഓപ്പോസിറ്റ് ടെർമിനലിൽ നിന്ന് നമ്മൾ ക്യൂവിലേക്ക് കണക്ട് ചെയ്തു. അതേ ടെർമിനലിൽ നിന്ന് തന്നെ നമ്മൾ പിയിലേക്ക് കണക്ഷൻ ചെയ്തു. അതുപോലെ ക്യൂവിൽ നിന്നിൻ്റെ ഓപ്പോസിറ്റ് ടെർമിനലിൽ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ ബാക്കി വരുന്ന കമ്പ്യൂട്ടറിൻ്റെ 2 ഓപ്പോസിറ്റ് ടെർമിനൽസിനെ ക്രോസ് ആയിട്ട് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ കാണുന്നതെന്നും കെ കാണുന്നതെന്നും നോക്കാം. ഇനി നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി കാണാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്യൂവിൽ നിന്ന് 9909 ആൻഡ് പിയിൽ നിന്ന് നമ്മൾ 1 Ohm, അതായത് പി പ്ലസ് ക്യൂ ടോട്ടൽ റെസിസ്റ്റൻസ് 1000 വരുന്ന വിധത്തിൽ P1 അതിൽ നിന്ന് കുറച്ച് 9999 ക്യൂവിൽ നിന്നും എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ സെല്ല് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അതായത് P1 ആയതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ഡിഫ്ലക്ഷൻ വരുന്നത്. ഇത് ഏകദേശം 2ാമത്തെ ഡിവിഷനിലാണ് ഡിഫ്ലക്ഷൻ കിടക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആറിൽ നിന്ന് ഒരു സൂട്ടബിൾ റെസിസ്റ്റൻസ് എടുക്കാം. അതായത് നമ്മൾ ആദ്യം വേണമെങ്കിൽ ഒരു 50 Ohm എടുത്തു നോക്കാം. 50 Ohm എടുത്തു കഴിഞ്ഞപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് ഇപ്പോൾ 2 ആണെങ്കിൽ നമ്മൾക്കതിനെ പകുതിയാക്കണം. അപ്പോൾ 1 ഡിവിഷനിൽ വരാൻ വേണ്ടി നമ്മൾ 50 Ohm എടുത്തു. അപ്പോൾ എക്സാക്റ്റ് 1 ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 10 Ohm കൂടി എടുത്ത്
നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 രണ്ടാമത്തെ ഡിവിഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് ഒന്നാമത്തിലേക്ക് വരാൻ വേണ്ട റെസിസ്റ്റൻസ് ആണ് നമ്മളുടെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് 6ൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റൻസ്. ഇനി നമ്മളതിനെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇനി ഇതിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 2ൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിനി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ടിനെ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു. കറണ്ടിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗാൽവനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. വീണ്ടും ഇതുപോലെ നമ്മൾ 6ൽ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുക. അത് രണ്ടാമത്തെ ഡിവിഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് ഡിവിഷനിലേക്ക് ആവണ വരെ നമ്മൾ അത് 6ൽ നിന്ന് റെസിസ്റ്റൻസ് എടുക്കും. അപ്പോൾ ഈ 6ൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റൻസാണ് നമ്മളുടെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾക്ക് ഇനി P2, Q9998, P3 കറസ്പോണ്ടിങ് 997, അങ്ങനെ 5 വരെ P5 വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് P5 എടുത്ത് Q995 എടുത്തൊന്നും ചെയ്ത് നോക്കാം. ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ നമുക്ക് 10 ആണ്. അതായത് പിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കൂടുതൽ വരും. ഇപ്പോൾ ജിയിൽ കിടക്കുന്ന ഡിവിഷൻ 10 ആണ്. ഇനി നമുക്ക് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇപ്പോൾ 10നെ പകുതിയാക്കി റെഡ്യൂസ് ചെയ്യണം, അതായത് 5 ആക്കണം. അപ്പോൾ നമുക്ക് എത്രയാണത് വരണമെന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കത് വളരെ ക്ലോസപ്പിൽ കാണാനായിട്ട് സാധിക്കും. നോക്കിക്കോളൂ, ഇപ്പോൾ അത് നമുക്ക് 5ലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജിയും കെയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടാബുലേഷൻ ഒന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ടാബുലേഷൻ. ആദ്യം നമ്മൾ തന്നെ ആ സെല്ലിൻ്റെ EMF, ഇപ്പോൾ 2 വോൾട്ട് ആണെങ്കിൽ അങ്ങനെ ഇവിടെ നമ്മൾ 2 ആണ് എടുത്തത്. 5 വോൾട്ട് എടുക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ദെൻ വാല്യൂ ഓഫ് P + Q, അതായത് ഇവിടെ നമ്മൾ 1000 ആണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടാബ്ലറ്റ് കോളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ P1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. P1 ആണെങ്കിൽ Q എന്ന് എടുത്തത് 999 ആയിരുന്നു. അത് എഴുതുക. അതെടുക്കുമ്പോൾ സർക്യൂട്ട് ഓൺ ആക്കുമ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആദ്യം നമ്മൾ നോക്കിയതെങ്കിൽ ആ ഡിഫ്ലക്ഷൻ ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ആണെന്ന് തോന്നുന്നു, 3 എഴുതുക. അത് കഴിഞ്ഞാൽ 3 നേർ പകുതിയാക്കാൻ 6ൽ നിന്ന് എടുത്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ എഴുതുക, L-ൽ എഴുതുക, ലെഫ്റ്റിൽ. അത് കഴിഞ്ഞ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ റിവേഴ്സ് ചെയ്യുന്നു, ഇതേ ഡിഫ്ലക്ഷൻ റൈറ്റിൽ കിട്ടുന്നു, അത് എഴുതുന്നു. ഇതേപോലെ തന്നെ അത് പകുതിയാക്കാൻ 6ൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റൻസ് ഈ റൈറ്റിൽ എഴുതുന്നു. ഇതിൻ്റെ മീൻ വാല്യൂ D കാണാം. ദെൻ P/D കാണാം. ഇതിൻ്റെ മീൻ വാല്യൂ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ കാണാം. ഇതുപോലെ എക്സ്പെരിമെൻറ്റ് നമുക്ക് Pയുടെ വാല്യൂ വേരി ചെയ്തിട്ട് കാണാം. 2, 3, 4, 5 വരെ നമുക്ക് കാണാം. അപ്പോൾ Qയുടെ വാല്യൂ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറഞ്ഞ് വരണം. 998, 997, 99 അപ് ടു 995 വരെ ചെയ്യുക. ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷനും അത് പകുതിയാക്കാൻ വേണ്ട റെസിസ്റ്റൻസിൻ്റെ 6 എന്ന ബോക്സിൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂ കൂടി എഴുതി ടാബുലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. മെയിൻ P/D കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ കെയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് E/P + Q 1/G P/D എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഈ ഹൈ റെസിസ്റ്റൻസ് എങ്ങനെ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് അതിനുള്ള ഫോർമുല. X = 0.1/K - G. ഈ 0.1 എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഒരു ഡിവിഷൻ നമ്മൾ ആ ഇക്വേഷനിലേക്ക് അതിൻ്റെ ബേസിക് ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. അതും കൂടെ ഡിസ്കസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു ഡിവിഷൻ റീഡ് ചെയ്യുന്നത് 0.1 വോൾട്ട് എന്നാണ്. സോ നമ്മൾ 0.1/K ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, -G നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് കണ്ടുപിടിച്ചു. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ വളരെ വലിയൊരു റേഞ്ചാണ് കിട്ടുക. ഏകദേശം ഒരു 3000, 4000, 5000 ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ.
അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നേരത്തെ കാണിച്ച പോലെ ഒരു ഈ ഗാൽവനോമീറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വോൾട്ട് മീറ്ററായിട്ട് മാറും. നമ്മൾ ഒരു ഗാൽവനോമീറ്റർ ഇപ്പോൾ ഒരു വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നേരത്തെ ചെയ്ത കറണ്ട് സെൻസിറ്റിവിറ്റി കണ്ടതിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു, എക്സ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് 6510 ആണ്. ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഞാൻ അത്രയും റെസിസ്റ്റൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗാൽവനോമീറ്ററായിട്ട് അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസ് കണക്ട് ചെയ്തിട്ട് അതൊരു 6 ടെർമിനൽ കീയുടെ ഒരു പെയർ ഓഫ് എൻഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 6 ടെർമിനൽ കീയുടെ മറ്റ് പെയറിലേക്ക് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിവിടെ 1 വോൾട്ട്, 1.5, 2, 3 അങ്ങനെ വോൾട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്ററിൽ കിട്ടുന്നതും കൺവേർട്ടഡ് വോൾട്ട് മീറ്ററിൽ കിട്ടുന്നതും ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഒരു 1 വോൾട്ട് സെല്ലിൽ നിന്ന് നമുക്ക് കൊടുക്കാം. സെല്ലൊന്ന് ഓൺ ചെയ്യണം. ഇതിൽ 1 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ നമുക്കൊരു 1.1 അടുത്ത് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 6 ടെർമിനൽ കീയുടെ സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്ററിലേക്കുള്ള കീ 2 ഹോൾസ് നമ്മൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്ററിൽ 1.1. ഇനി നമുക്ക് ആ കീ എടുത്തിട്ട് കൺവേർട്ടഡ് വോൾട്ട് മീറ്ററിലേക്ക് കൊടുത്ത് നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.1 തന്നെയാണ്. അതായത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. ഇത് 11th ഡിവിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹിയർ നമുക്ക് കിട്ടുന്നത് 1.1 തന്നെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജ് ഒന്ന് കൂട്ടി നോക്കാം. സെല്ലിൽ നിന്നുള്ള സപ്ലൈ ഒന്ന് കൂട്ടി നോക്കാം. അത് 1 വോൾട്ട് 0.5ലേക്ക് ഇട്ട് നോക്കാം. 1.5ലേക്ക് ഇടുമ്പോൾ സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ കാണിക്കുന്നത് 1.5 അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് 1.46 ആണ്. ഏകദേശം 1.4 തന്നെയാണ് അത് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ കീ എടുത്തിട്ട് കൺവേർട്ടഡ് വോൾട്ട് മീറ്ററിലേക്ക് ഇടുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് അത് തന്നെയാണ്. 1.5-ന് നമുക്ക് കിട്ടുന്നത്. ഒരു ചെറിയൊരു എറർ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടി സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്ററിലും കൺവേർട്ടഡ് വോൾട്ട് മീറ്ററിലും കറക്റ്റാണ് കിട്ടുന്നതെന്ന് നോക്കാനായിട്ട് സാധിക്കും. ഇതാണ് കാലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ടാബ്ലർ കോളം. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള വോൾട്ട് മീറ്റർ, അതിലുണ്ടാവുന്ന റീഡിങ് നമ്മൾ ഇവിടെ എഴുതുന്നു. അതുപോലെ അത് ഒരു സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്ന റീഡിങ് ഇവിടെ എഴുതുന്നു. ഇത് പെർഫെക്റ്റായിട്ട് കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ 2 റീഡിങ്ങും സെയിം ആയിരിക്കും. ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിലെവിടെയോ ചെറിയ എറർ വന്നിട്ടുണ്ടെന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.